ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ പഠിപ്പിക്കാനായിട്ട്. കാരണം അതിനെ കാണാനുണ്ട് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് ട്രെയിൻ ചെയ്താൽ പക്ഷേ എൻ്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല കേട്ടോ, അത് വർക്ക് ചെയ്താലല്ലേ അത് പ്രാക്ടിക്കലാവും. മാസ്റ്റർ ആളുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് ക്ലൈമാക്സ് നന്നായിരുന്നു. ക്ലൈമാക്സ് വളരെയധികം അടിപൊളിയായിരുന്നു. ഞങ്ങൾ പടം കണ്ടു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ക്ലൈമാക്സിൽ നമുക്കൊരു വല്ലാത്തൊരു ഫീല് വരണ. അതന്നെ നമുക്ക് ഇരുന്നോടത്തുനിന്ന് ഇങ്ങനെ പയ്യെ ഒരു ഇത് തോന്നും. പക്ഷെ അത് അങ്ങനെ അതിന് വേണ്ടി കുറച്ച് അല്ല, അതിനെ കാണാനുണ്ട് നമുക്ക്. സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു ഫീല് ജെന്യൂനായിട്ട് തോന്നണുണ്ട് നമുക്ക്. അതാണ് അതിൻ്റെ ഒരു വിജയം. അതിനപ്പുറം നമ്മളെ ഡയറക്ടർ, അതെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് നമുക്ക് ഇത്തരം ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നാളെ നല്ല രീതിക്ക് വരട്ടെ എല്ലാം. ഓക്കെ. അങ്ങനെ കൊണ്ടുവരും. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ സിനിമയെ കണ്ടപ്പോഴാണ് ശരിക്കും ഓവർവെൽഡ് ആയത്. കാരണം അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു സിബിയുടെ. ഞാൻ ഇറങ്ങി വന്നിട്ട് ഏറ്റവും ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്തതും സിബിനെയാണ്. നല്ല പിന്നെ എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓൺ സ്ക്രീൻ. എന്നെ ചെക്കന്മാരെല്ലാവരും ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അത് സിബിയുടെ പറഞ്ഞു. സിബിയുടെ ഇല്ലേ സിബി മൈക്കിൾ ജാക്സന്റെ ചെയ്യുന്നതാണ്, ഫിഗർ ചെയ്യുന്നതാണ്. അതെ, സിബി മൈക്കിൾ ജാക്സന്റെ ഫിഗർ ചെയ്യുന്നതാണ്, മൈക്കിൾ ജാക്സൺ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ സിബി ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളത് തീരെ വിചാരിച്ചില്ല. ക്ലൈമാക്സ് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ്. ഐ എം സോ ഹാപ്പി ഫോർ സിബി. ആൻഡ് സിബിക്ക് ഇനിയും ഒരുപാട് റോൾസ് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്നു സിബി.